ഹായ്, എല്ലാവർക്കും ട്രിക്സൈൻ്റെ യൂട്യൂബ് കറണ്ട് അഫെയർസ് സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 2026 നടന്ന 19ാമത് IPL ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് അല്ലേ. നമുക്കറിയാം, ഇനി വരുന്ന എക്സാമിന് നമുക്ക് IPL ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2026 19ാമത് IPL ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് നമ്മൾ പ്രവേശിക്കുന്നു. നമുക്കറിയാം, ഈ പ്രാവശ്യത്തെ IPL ആര് തൂക്കിയിരിക്കുന്നു, വളരെ RCB അല്ലെ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തൂക്കിയിരിക്കുകയാണ്. നമുക്ക് അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് മെല്ലെ പ്രവേശിക്കുന്നു. ആദ്യ ചോദ്യം നമുക്കറിയാം, 2026 നടന്നത് എത്രാമത് IPL ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രാമത് IPL ആണ്? 19ാമത് IPL ആണ് 2026 നടന്നത്. 19ാമത് IPL ആയിരുന്നു അല്ലേ. ആകെ എത്ര ടീമുകൾ പങ്കെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം IPL 10 ടീമുകളാണ് പങ്കെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 10 ടീമുകൾ തന്നെയാണ്, പുതിയതായിട്ട് അങ്ങനെ ടീമൊന്നും വന്നിട്ടില്ല. എന്തായിരുന്നാലും 10 ടീമുകൾ പങ്കെടുത്തു. ഈ IPL എത്ര മത്സരങ്ങൾ ആകെ നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 74 മത്സരങ്ങൾ നടന്നായിരുന്നു. ആകെ മത്സരം ഫൈനൽ ഉൾപ്പെടെ നമുക്ക് 74 മത്സരങ്ങളായിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. എന്ന് മുതൽ എന്ന് വരെയായിരുന്നു ഇപ്രാവശ്യത്തെ IPL നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 2026 മാർച്ച് മാസം 28 മുതൽ മെയ് മാസം 31 വരെയായിരുന്നു. അപ്പോൾ നോക്കി, 10 ടീമുകൾ പങ്കെടുത്തു, 74 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. എത്രാമത്തെ IPL എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 19ാമത്തെ IPL ആണ്. ഇനി ആദ്യ മത്സരം ഏതൊക്കെ ടീമുകൾ തമ്മിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയമായിരിക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അല്ലെങ്കിൽ RCBയും ഒപ്പം ആരായിരുന്നു, സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലായിരുന്നു ആദ്യ മത്സരം. കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, അവരും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലായിരുന്നു ആദ്യ മത്സരം നടന്നിരിക്കുന്നു. അങ്ങനെ അവസാനവും ഫൈനൽ ആര് വന്നിരിക്കുകയാണ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എത്തിയിരിക്കുന്നു. ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കപ്പ് നേടിയിരിക്കുന്നു. തുടർച്ചയായിട്ടുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ 2ാമത്തെ വിജയമാണ് അല്ലേ. അവർ ഇതിനു മുമ്പ് 2025 അല്ലെ 2025 18ാമത് IPL വിജയം ആരെന്ന് ചോദിക്കുകയാണെങ്കിലും അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെയാണ്. 2026 19ാമത് IPL വിജയം ആരെന്ന് ചോദിക്കുകയാണെങ്കിലും അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെയാണ്. ഫൈനലിൽ അവരാരെ പരാജയപ്പെടുത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി അല്ലെ. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായിരിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 19ാമത് IPL കിരീടവും ആര് നേടിയിരിക്കുന്നു, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നേടിയിരിക്കുന്നു. ഇനി ഫൈനലിന്റെ വേദി എവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരിക്കുന്ന ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു ഫൈനലിന്റെ വേദിയായിട്ട് വന്നിരിക്കുന്നു. ഫൈനലിന്റെ വേദി ചോദിച്ചാൽ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അഹമ്മദാബാദിലാണ്, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അല്ലേ. നമ്മൾ കളി കണ്ടവർക്കറിയാം, ആദ്യം ബാറ്റ് ചെയ്തിരിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിനെ 155 റൺസുകൾക്ക് 20 ഓവറിൽ എറിഞ്ഞൊതുക്കിക്കൊണ്ട് അല്ലെ 18ാമത്തെ ഓവറിൽ എന്ത് ചെയ്യുകയാണ്, വിജയം നമ്മൾ കണ്ടെത്തി എന്നുള്ളതായിരുന്നു അല്ലെ. 161 റൺസുകൾ അടിച്ചുകൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയിച്ചിരിക്കുന്നു. അല്ലെ, നമുക്കറിയാം ഈ കളിയിൽ ഏറ്റവും കൂടുതൽ റൺസ് അല്ലെ 75 റൺസുകളാണ് വിരാട് കോഹ്ലി നേടിയെന്നുള്ളതാണ്. ഫൈനലിൽ 75 റൺസാണ് വിരാട് കോഹ്ലി നേടിയിരിക്കുന്നു. അപ്പൊ ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വിരാട് കോഹ്ലി അല്ല, രജിത് പടിദാർ ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റൻ ആരാണ്, രജിത് പടിദാർ. തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമാണ്. നമ്മളിൽ പലരും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് വിരാട് കോഹ്ലി ആയിരിക്കും അല്ലേ. വിരാട് കോഹ്ലി അല്ല, രജിത് പടിദാർ തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റൻ ആരെന്ന് ചോദിക്കാൻ രജിത് പടിദാറാണ്. ഇനി ഗുജറാത്ത് ടൈറ്റൻസ് അല്ലെ റണ്ണറപ്പ് ആയിരിക്കുന്ന ടീം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. അതിന്റെ ക്യാപ്റ്റൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗില്ലാണ്. രണ്ടുപേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, ശുഭ്മാൻ ഗില്ലിനെയും ഒപ്പം രജിത് പടിദാറേയും. ഒന്ന് നോക്കി വെച്ചുകൊള്ളുക. ഇനി നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്രാവശ്യം IPL കുറച്ച് അവാർഡ് കൊടുത്തായിരുന്നു അല്ലെ. ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി, ഇനി മറ്റെന്തെങ്കിലും റെക്കോർഡ്സ് എല്ലാം ഈ IPL ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഈ പ്രാവശ്യത്തെ IPL നോക്കിയോ, മാൻ ഓഫ് ദ മാച്ച് അവാർഡ് അല്ലെങ്കിൽ ഫൈനലിലെ താരം, മാൻ ഓഫ് ദ മാച്ച് ഫൈനലിലെ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയാണ് ഫൈനലിലെ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്, വിരാട് കോഹ്ലിയാണ് ഫൈനലിലെ താരം അല്ലേ. വിരാട് കോഹ്ലി 75 റൺസുകൾ നേടി ഫൈനലിൽ. 75 റൺസ് ആര് നേടിയിരിക്കുന്നു, വിരാട് കോഹ്ലി നേടിയിരിക്കുന്നു. സോ ഫൈനലിലെ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വിരാട് കോഹ്ലിയാണ് ഫൈനലിലെ താരം. ഇനി ആരാണ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ
ടൂർണമെന്റിലെ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വൈഭവ് സൂര്യവംശിയാണ്. പറയേണ്ട ആവശ്യമില്ല. ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു 15 വയസ്സുകാരൻ അല്ലേ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ റൺസുകൾ ഈ IPL ഏറ്റവും കൂടുതൽ റൺസുകൾ, അതിനേക്കാളും ഏറ്റവും നമ്മൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയിരിക്കുന്ന ഒരു താരം കൂടിയാണ് വൈഭവ് സൂര്യവംശി അല്ലേ. 15 വയസ്സായിട്ടുള്ളൂ എന്നുള്ളതായിരുന്നു മറ്റൊരു സത്യം. ആ 15ാമത്തെ വയസ്സിൽ പുള്ളിക്കാരൻ ഇത്രയും റെക്കോർഡുകൾ നേടി അല്ലേ. എന്തുമാത്രമല്ലേ, ഇതിനിടയിൽ ടാറ്റയുടെ ഒരു കാർ തന്നെ പുള്ളിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, അവർ അവാർഡ് ടാറ്റയുടെ കാർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ വേണം. 18 വയസ്സ് കഴിഞ്ഞിട്ട് പുള്ളി ഓടിച്ചാൽ മതി എന്നുള്ളതാണ് അല്ലേ. നമ്മളും കളിക്കാൻ പോയി ഇതാ നോക്കിക്കോ, തിരിച്ചു പോവാം. അപ്പോൾ മാൻ ഓഫ് ദ മാച്ച് ഫൈനലിൽ ആരാണ് താരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിരാട് കോഹ്ലിയാണ്. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തത് ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചു അല്ലെ, മോസ്റ്റ് റൺസ് അല്ലെ. ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന താരത്തിന് IPL നമ്മളൊരു ക്യാപ്പ് കൊടുക്കുന്നതായിട്ട് നമ്മൾ ഓർത്തിട്ട് വച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, ഓറഞ്ച് ക്യാപ്പ്. ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന താരത്തിന് നമ്മൾ ഓറഞ്ച് ക്യാപ്പും ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരത്തിന് നമ്മൾ പർപ്പിൾ ക്യാപ്പ് നൽകുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കണ്ടല്ലേ, വൈഭവ് സൂര്യവംശിക്കാണ് ഇപ്രാവശ്യത്തെ ഓറഞ്ച് ക്യാപ്പ് നേടിയിരിക്കുന്ന വ്യക്തി വൈഭവ് സൂര്യവംശിയാണ്. 16 മാച്ചിൽ നിന്നും 776 റൺസാണ് വളരെ അടിച്ചു കൂട്ടിയത്. 776 റൺസ് അടിച്ചുകൂട്ടി. അതിൽ 72 സിക്സുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിശയിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ സിക്സുകൾ IPL അടിച്ചിരിക്കുന്നു വൈഭവ് സൂര്യവംശി. 72 സിക്സ്. ഈ IPL ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയിരിക്കുന്ന താരമാരെന്ന് ചോദിച്ചാലും അത് വൈഭവ് സൂര്യവംശിയാണ്. എത്ര റൺസ് നേടി എന്ന് ചോദിക്കുകയാണെങ്കിൽ 776 റൺസ് നേടി. എത്രയാണ് സ്ട്രൈക്ക് റേറ്റ്? 237.30 സ്ട്രൈക്ക് റേറ്റിലാണ് ഇത്രയും റൺസും നേടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കൊള്ളുക, എത്ര റൺസാണെന്ന് നോക്കിക്കൊള്ളുക. 776 റൺസാണ്. അതിൽ എത്ര സിക്സറുകൾ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 72 സിക്സറുകളുണ്ട്. 72 സിക്സ്, പിന്നെ 63 ഫോറുകളുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ IPL ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഫോറുകൾ നേടിയിരിക്കുന്നത് വൈഭവ് സൂര്യവംശി അല്ല എന്നുള്ളതാണ്, സായി സുദർശനാണ്. നമ്മളത് പഠിക്കും. അപ്പൊ മോസ്റ്റ് റൺ അല്ലെങ്കിൽ ഓറഞ്ച് ക്യാപ്പ് ആര് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ അത് വൈഭവ് സൂര്യവംശിയാണ്. നോക്കി വെച്ചോളുക. ഇനി മോസ്റ്റ് വിക്കറ്റ് അല്ലെ, പർപ്പിൾ ക്യാപ്പ് ആര് കൊണ്ടുപോയിരിക്കുന്നു? വളരെ പർപ്പിൾ ക്യാപ്പ് കൊണ്ടുപോയിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ കഗിസോ റബാഡ എന്ന് പറയുന്ന ബോളറാണ് അല്ലെ. കഗിസോ റബാഡ എന്ന് പറയുന്ന ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബോളറാണ്. നോക്കൂ, 29 വിക്കറ്റുകൾ നേടിയിരിക്കുന്നു അദ്ദേഹം. 29 വിക്കറ്റോടുകൂടി അദ്ദേഹം പർപ്പിൾ ക്യാപ്പ് സ്വന്തമായിരിക്കുന്നു അല്ലെ. 17 മാച്ചിൽ നിന്നും 29 വിക്കറ്റുകൾ നേടി റബാഡെ പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു അല്ലെ. മറ്റൊരു രാജ്യത്തിന്റെ കളിക്കാരൻ കൂടിയാണ്, സൗത്ത് ആഫ്രിക്കയുടെ കളിക്കാരൻ കൂടിയാണ് റബാഡ എന്ന് പറയുന്ന ഒരു താരം. റബാഡ ചേട്ടൻ നോക്കൂ, ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി കളിച്ച് 29 വിക്കറ്റുകൾ നേടിയിരിക്കുന്നു. കഴിഞ്ഞില്ല. ഇപ്രാവശ്യത്തെ 19ാമത് IPL നമുക്കിനി നോക്കണം എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ. ഇപ്രാവശ്യത്തെ എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസണായി തിരഞ്ഞെടുത്തിരിക്കുന്നതും വൈഭവ് സൂര്യവംശിയാണ്. എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ. ഓറഞ്ച് ക്യാപ്പ് കിട്ടി, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നു. എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ ചോദിച്ചാൽ വൈഭവ് സൂര്യവംശി. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വ്യക്തി വൈഭവ് സൂര്യവംശി. ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ വ്യക്തി വൈഭവ് സൂര്യവംശിയാണ്. എല്ലാം ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇനിതാ ഫാന്റസി പ്ലെയർ ഓഫ് ദി സീസൺ ചോദിച്ചു കഴിഞ്ഞാലും വൈഭവ് സൂര്യവംശിയാണ്. ഒരു കണക്കിന് നോക്കിയാൽ പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. എല്ലാം പുള്ളിക്ക് തന്നെ കിട്ടിയുണ്ട്. വൈഭവ് സൂര്യവംശി അല്ലേ. സ്ട്രൈക്കർ ഓഫ് ദി സീസൺ, നല്ലൊരു ചോദ്യം വന്നിരിക്കുന്നു. സ്ട്രൈക്കർ ഓഫ് ദി സീസൺ ചോദിക്കുകയാണെങ്കിലും വൈഭവ് സൂര്യവംശി. ഇനി വൈഭവ് സൂര്യവംശി ഏത് ടീമിന് വേണ്ടി കളിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിരിക്കുന്ന താരം കൂടിയാണ് വൈഭവ് സൂര്യവംശി. ഏത് ടീമിന് വേണ്ടി കളിച്ചു എന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടാണ് വൈഭവ് സൂര്യവംശി കളിച്ചിരിക്കുന്നു. അമ്മ എമർജിംഗ് പ്ലെയർ ആണ്, ഫാന്റസി പ്ലെയർ ഓഫ് ദി സീസൺ ആണ്, സ്ട്രൈക്കർ ഓഫ് ദി സീസൺ. ഇതെല്ലാം വൈഭവ് സൂര്യവംശിയെങ്കിൽ ഇതാ വീണ്ടും ഗ്രീൻ ഡോട്ട് ബോൾ ഓഫ് ദി സീസൺ. കഴിഞ്ഞ IPL മുതൽ നമ്മൾ ഗ്രീൻ ഡോട്ട് ബോൾ ഓഫ് ദി സീസൺ കൊണ്ടുവന്നിരിക്കുന്നു. കഴിഞ്ഞ IPLും ഗ്രീൻ ഡോട്ട് ബോൾ ഓഫ് ദി സീസൺ കൊണ്ടുതന്ന മുഹമ്മദ് സിറാജ് തന്നെയാണ് ഇപ്പോഴും ഗ്രീൻ ഡോട്ട് ബോൾ ഓഫ് ദി സീസൺ വന്നിരിക്കുന്നു. മുഹമ്മദ് സിറാജ്, ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി കളിച്ചിരിക്കുന്ന മുഹമ്മദ് സിറാജ് തന്നെയാണ് ഗ്രീൻ ഡോട്ട് ബോൾ ഓഫ് ദി സീസൺ. ഏറ്റവും ഡോട്ട് ബോൾ എറിഞ്ഞിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് നിലവിൽ മുഹമ്മദ് സിറാജ് ആണ്. ഏത് ടീമിന് വേണ്ടി കളിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി കളിച്ച താരമാണ് മുഹമ്മദ് സിറാജ്.
നോക്കൂ, ടീം ഫെയർ പ്ലേ അവാർഡ് ഇപ്രാവശ്യം ടീം ഫെയർ പ്ലേ അവാർഡ് നേടിയിരിക്കുന്നത് പഞ്ചാബ് കിങ്സ് ആണ്. IPL അങ്ങനെ ഒരു പുരസ്കാരമുണ്ട്, ടീം ഫെയർ പ്ലേ അവാർഡ് എന്ന് പറയുന്ന ഒരു പുരസ്കാരം. അത് ആര് നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ പഞ്ചാബ് കിങ്സ് ആണ് വളരെ നേടിയിരിക്കുന്നത്. ഏത് ടീം നേടിയിരിക്കുന്നു? പഞ്ചാബ് കിങ്സ് നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ടീം ഫെയർ പ്ലേ അവാർഡ് നേടിയിരിക്കുന്നത് പഞ്ചാബ് കിങ്സ് ആണ്. ഇനി IPL നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഈ IPL ഏറ്റവും കൂടുതൽ തുക പ്രതിഫലമായി വാങ്ങിയ താരമാര് എന്നുള്ളതാണ്. 2026 19ാമത് IPL 1926 IPL ഏറ്റവും കൂടുതൽ തുക പ്രതിഫലമായിട്ട് വാങ്ങിയിരിക്കുന്ന താരമാരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാമറൂൺ ഗ്രീൻ ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കളിക്കുന്ന കാമറൂൺ ഗ്രീൻ 25.20 കോടിയാണ് പിള്ളേരെ നേടിയിരിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നാൽ കൊണ്ടൊരു പ്രയോജനം കൂടിയാണ്. നല്ല പ്ലേയേഴ്സ് ആണെങ്കിൽ നോക്കൂ, 25.20 കോടി രൂപ ആര് സ്വന്തമാക്കിയിരിക്കുന്നു? കാമറൂൺ ഗ്രീൻ സ്വന്തമാക്കിയിരിക്കുന്നു. 25.20 കോടി രൂപയാണ് കാമറൂൺ ഗ്രീൻ. ഓസ്ട്രേലിയൻ കളിക്കാരനാണ്. ഇവിടെ IPL ഏത് ടീമിന് വേണ്ടി കളിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കളിച്ച താരമാണ് കാമറൂൺ ഗ്രീൻ. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ഇപ്രാവശ്യം നേടിയ വ്യക്തി കാമറൂൺ ഗ്രീൻ ആണ്. ശേഷം നമ്മൾ പ്രവേശിക്കുന്നു. നോക്കൂ, നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ചിരിക്കുന്ന താരം അത് വൈഭവ് സൂര്യവംശിയാണ് ഈ ടൂർണമെന്റിൽ. എങ്കിൽ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഫോറുകൾ നേടിയിരിക്കുന്ന താരം ആരെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായി സുദർശനാണ്. ഫോർ എന്ന് വെച്ചാൽ 4. ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് ആരെന്ന് ചോദിച്ചാൽ വൈഭവ് സൂര്യവംശിയാണ്. 15 വയസ്സുള്ള പയ്യനാണ്. ഏറ്റവും കൂടുതൽ ഫോറുകൾ ആര് നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ സായി സുദർശനാണ്. ഏത് ടീമിനായി കളിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിനാണ്. 17 മത്സരങ്ങളിൽ നിന്നും 75 ഫോറുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയിരിക്കുന്നു. പിള്ളേരെ 17 മത്സരങ്ങളിൽ നിന്നും 75 ഫോറുകൾ അടിച്ചു കൂട്ടിയിരിക്കുന്നു. ആര് കൂട്ടിയിരിക്കുന്നു? സായി സുദർശൻ അടിച്ചു കൂട്ടിയിരിക്കുന്നു. സിക്സറുകൾ ആര് നേടിയെന്ന് ചോദിച്ചാൽ അത് വൈഭവ് സൂര്യവംശി. ഫോർ ആര് നേടിയെന്ന് ചോദിച്ചാൽ ആരാണ്? അത് സായി സുദർശനാണ്. തെറ്റരുത്, തെറ്റരുത്, തെറ്റരുത്. ഇനി IPL ഒരു ഇന്ത്യൻ താരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. അതും നമുക്ക് നോക്കണം. നോക്കിക്കോ, 2026 IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം. 2026 IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ആരെന്ന് ചോദിച്ചാൽ അതും വൈഭവ് സൂര്യവംശിയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരിക്കുന്ന വൈഭവ് സൂര്യവംശി സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 36 പന്തിൽ സെഞ്ചുറി തികച്ചിരിക്കുന്ന പിള്ളേരെ ഏറ്റവും കൂടുതൽ വേഗതയേറിയ സെഞ്ചുറി നേടിയിരിക്കുന്ന താരമാരെന്ന് ചോദിച്ചാൽ അതും വൈഭവ് സൂര്യവംശിയാണ്. ഇനി വൈഭവ് സൂര്യവംശിയെ നമുക്ക് മറ്റൊരു കാര്യത്തിൽ കൂടി കൊണ്ടുവരാം. ഏറ്റവും വേഗതയേറിയ 50 റൺസ് നേടിയിരിക്കുന്ന താരമാരെന്ന് ചോദിച്ചാലും അതും വൈഭവ് സൂര്യവംശിയാണ്. സെഞ്ചുറി നേടിയിരിക്കുന്നതും വൈഭവ് സൂര്യവംശി. അത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഏറ്റവും കൂടുതൽ കുറഞ്ഞ പന്തിൽ ഏറ്റവും കൂടുതൽ 50 നേടിയിരിക്കുന്ന താരം ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? അത് വൈഭവ് സൂര്യവംശി. ഏത് ടീമിനെതിരെ? സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് വൈഭവ് സൂര്യവംശി. ആ പേരൊക്കെ നോക്കി വെച്ച് മുഴുക. ഏത് സംസ്ഥാനത്തുകാരെന്ന് ചോദിക്കുകയാണെങ്കിൽ ബീഹാർ സ്വദേശിയാണ് വൈഭവ് സൂര്യവംശി. ബീഹാർ സ്വദേശിയാണ്. ഇപ്പം നമുക്ക് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ കൊറോണ സമയത്ത് വൈഭവ് സൂര്യവംശി പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ കൊറോണ സമയത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ബക്കറ്റ് ചിക്കനും അല്ലേ, ഉള്ളിവട, ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിതാ നോക്കിക്കോളൂ, വൈഭവ് സൂര്യവംശി. പക്ഷേ ഇപ്രാവശ്യത്തെ IPL മറ്റൊരു ചരിത്രം കൂടി വന്നിരിക്കുന്നു. ഇപ്രാവശ്യത്തെ IPL മറ്റൊരു ചരിത്രം. പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽ താരമായിരിക്കുന്ന ഇന്ത്യൻ പ്ലെയറായ KL രാഹുൽ 67 പന്തിൽ നിന്നും പുറത്താകാതെ 152 റൺസ് അടിച്ചപ്പോൾ അവിടെ ഒരു റെക്കോർഡ് വന്നു. IPL ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത റൺസ് നേടിയ ഇന്ത്യൻ താരം ആര് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോ. IPL ചരിത്രത്തിൽ വ്യക്തിഗത റൺസ് നേടുന്നതിൽ ഏറ്റവും ഉയർന്ന റൺസ് നേടിയിരിക്കുന്ന ഇന്ത്യൻ താരം ആര് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ആരെ പഠിക്കണം? ഇനി KL രാഹുലിനെയാണ്. KL രാഹുൽ പഞ്ചാബ് കിങ്സിനെതിരെ 67 പന്തിൽ പുറത്താകാതെ 152 റൺസ് ആരടിച്ചു? KL രാഹുൽ അടിച്ചു. ഈ പ്രാവശ്യത്തെ IPL ഏറ്റവും വ്യക്തിഗത സ്കോർ നേടിയിരിക്കുന്ന വ്യക്തി ആര് തന്നെയാണ്? KL രാഹുലാണ്. 152 റൺസ് ആണ്.
പഞ്ചാബ് കിങ്സിനെതിരെ. എന്നാൽ നിങ്ങളോടൊരു ചോദ്യം, IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ, അതായത് ഒരു ഗെയിംസിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാര, ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, വെസ്റ്റ് ഇൻഡീസ് കളിക്കാരൻ കൂടിയാണ്. ഇപ്പം ഏകദേശം പേർക്ക് അത് കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് കമന്റ് ചെയ്തേക്കുക. എൻ്റെ ചോദ്യം, IPL ഒരു ഗെയിമിൽ, ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്ന താരമാരെ എന്നുള്ളതാണ് ചോദ്യം. ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമാരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇനി KL രാഹുലാണ്. അല്ലെ, 152 റൺസാണ് പഞ്ചാബ് കിങ്സിനെതിരെ 67 പന്തിൽ പുറത്താകാതെ KL രാഹുൽ നോക്കി വെച്ചിരുന്നോ പിള്ളേരെ? ചോദിക്കും. ഇനി നമ്മൾ ഈ IPL പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട മലയാളികളാണ്. 2026 19ാമത് IPL അല്ലേ, എവിടെ പോയിരുന്നാലും മലയാളി സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്രാവശ്യം IPL പ്രധാന മലയാളി സാന്നിധ്യങ്ങളാണ്. നോക്കൂ, അതിലൊന്ന് വിഘ്നേഷ് പുത്തൂർ. കഴിഞ്ഞ പ്രാവശ്യം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിരിക്കുന്ന വിഘ്നേഷ് പുത്തൂർ ഈ പ്രാവശ്യം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചു. വിഘ്നേഷ് പുത്തൂരിന്റെ ചോദ്യം PS ചോദിച്ചതാണ്. പഞ്ചാബ് കിങ്സിന് വേണ്ടി കളിച്ചിരിക്കുന്നു വിഷ്ണു വിനോദ്. പഞ്ചാബ് കിങ്സിന് വേണ്ടി കളിച്ചിരിക്കുന്ന താരമാണ് വിഷ്ണു വിനോദ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കളിച്ചിരിക്കുന്ന താരമായിരിക്കുന്ന സച്ചിൻ ബേബി. സഞ്ജു സാംസൺ, നമ്മുടെ ചേട്ടൻ അല്ലേ, മലയാളികളെ സ്വന്തം ഏട്ടൻ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ സഞ്ജു സാംസൺ അല്ലേ, ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ചിരിക്കുന്ന സഞ്ജു ഏട്ടൻ. നോക്കൂ, അതേ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ച KM ആസിഫ് ഇപ്രാവശ്യം അല്ലെ ടീമിൽ ഇടം നേടിയിരിക്കുന്ന ഒരു മലയാളിയും കൂടിയാണ് KM ആസിഫ് എന്ന് പറയുന്നത്. ഒന്ന് നോക്കി വെച്ചോളി കേട്ടോ ആ പേരൊക്കെ. ബാക്കി നമ്മൾ സച്ചിൻ ബേബി, മറ്റൊന്ന് വിഷ്ണു വിനോദ്, വിഘ്നേഷ് പുത്തൂർ, സഞ്ജു സാംസൺ, ഇവരെല്ലാം നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് KM ആസിഫ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ചിരിക്കുന്ന മലയാളി താരം കൂടിയാണ് പിള്ളേരെ KM ആസിഫ്. ഒന്ന് നോക്കി വെച്ചോളുക, KM ആസിഫ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ച മലയാളി താരമാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഏകദേശം ഓക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി നിങ്ങൾ റിവൈസ് ചെയ്ത് കാണുക എന്നുള്ളതാണ്. അങ്ങനെ 19ാമത് IPL വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് വിജയിച്ചിരിക്കുന്നത്. 19ാമത് IPL വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. ഫൈനലിന്റെ വേദിയായിരുന്നു നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം, ഗുജറാത്തിലെ അഹമ്മദാബാദിലായിരുന്നു അല്ലെ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റനെ ഒന്ന് നോക്കി വെച്ചുകൊള്ളുക. രജിത് പടിദാറാണ് ക്യാപ്റ്റൻ അല്ലെ. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ശുഭ്മാൻ ഗില്ലായിരുന്നു ടൈറ്റൻസിന്റെ ക്യാപ്റ്റൻ. ഒന്ന് നോക്കി വെച്ചുകൊള്ളുക. മറക്കരുത്, വൈഭവ് സൂര്യവംശിയും KL രാഹുലും. ഒരു കാരണവശാലും മറക്കരുത്. അതിൽ നിന്ന് നമ്മളോട് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഞാനപ്പോൾ ഒന്ന് മെല്ലെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും ട്വിറ്ററിൽ കാണാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.